തിരിക്കുന്ന കൂട്ടുകാരനും കൂടെ ആ എക്സാമിന് തോറ്റുപോയാൽ എനിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. ഹായ് ഗായ്സ്, ദിസ് ഇസ് അശ്വിൻ, യുവർ ഫിറ്റ്നസ് കോച്ച്. സോ ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ല. ഒരു ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ചുറ്റുമുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ക്രിറ്റിസിസംസ്, ജഡ്ജ്മെന്റ്സ് ആൻഡ് കളിയാക്കലുകൾ. ഒരു ഡയറ്റും വർക്കൗട്ട് പ്ലാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ അതൊന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവരെ കൊണ്ടും പറ്റില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയും പ്രോപ്പറായിട്ട് പുറത്തുനിന്ന് ജങ്ക് ഫുഡും ആൽക്കഹോളും ഒന്നും കൺസ്യൂം ചെയ്യാതെ ഡയറ്റും ഫോളോ ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമിന് തോറ്റുപോയി എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും എനിക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ അതേസമയം എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരനും കൂടെ ഒരു എക്സാമിന് തോറ്റുപോയാൽ എനിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. ഈ ഒരു സിമിലർ സിറ്റുവേഷൻ ആണ് ഇവിടെയും സംഭവിക്കുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അവരുടെ റിയൽ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഡിമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ദേ ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. സോ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വർക്ക് ഇൻ സൈലൻസ്. വൺസ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഈ ക്രിട്ടിസൈസ് ചെയ്തവർ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നീ ഏത് ഡയറ്റ് പ്ലാനാണ് ഫോളോ ചെയ്തേ, ഏത് വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോളോ ചെയ്തേ, നിനക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയേ. സോ ലെറ്റ് ദ റിസൾട്ട് സ്പീക്ക് ഫോർ യു. സോ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു ചിന്തിക്കാതെ ട്രസ്റ്റ് ദ പ്രോസസ് ഗൈസ്, ബി കൺസിസ്റ്റന്റ്.